നമസ്കാരം. ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ചില പത്രങ്ങൾ, ചില ടെലിവിഷൻ അതിൽ വന്ന ഒരു വാർത്ത കണ്ടിട്ട് വല്ലാത്ത രോഷമുണ്ടായി. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ, ഒരു യുവാവ് പറയുകയാണ് മറ്റൊരാളുടെ കാല് വെട്ടുമെന്ന്. കൃത്യമായി അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കാലിലെ ചിരട്ട കാണില്ലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം. ഈ കാലുവെട്ട് രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. പണ്ടും ചെയ്തൊക്കെ തെറ്റാണ്. ഇപ്പോൾ അതിനെപ്പറ്റി പറയരുത്. നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന യുവാക്കളും ഇവിടുത്തെ വിദ്യാർത്ഥികളുമാണ്. ഇവിടെ പഠിക്കാനും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുകയാണ്. അവർക്ക് എളുപ്പമുള്ള ജോലികളല്ല അവർ ചെയ്യുന്നത്. പഠിക്കാൻ പോയിട്ട് റെസ്റ്റോറൻറ്റുകളിലും ബുദ്ധിമുട്ട് സ്ഥലങ്ങളിലൊക്കെ അവർ ജീവിക്കാൻ ശ്രമിക്കുക. അത് ഇവിടുത്തെ പഠനത്തെ ഒരുപാട് വഷളാക്കിയതുകൊണ്ടാണ്. കോളേജുകളിൽ പഠനമില്ലാതെ പോയതുകൊണ്ടൊക്കെയാണ്. ഇനി ബാക്കിയുള്ളവർ ഇവിടെ വിദ്യാർത്ഥികൾ നിൽക്കുകയാണ്. അവരെ രാഷ്ട്രീയം പഠിപ്പിക്കണം. വിദ്യാർത്ഥികൾ രാഷ്ട്രീയ ബോധം വേണം. ഞാനീ പറയുന്നത്, ഞാൻ 2 കോളേജിൽ ചെയർമാനായിരുന്നു തിരുവനന്തപുരത്ത്. സെനറ്റ് മെമ്പറായിരുന്നു. വിദ്യാർത്ഥികൾ രാഷ്ട്രീയം വേണം. വിദ്യാർത്ഥി രാഷ്ട്രീയം തെറ്റാണെന്ന് പറയുന്നതോട് ഞാൻ എതിർക്കാറുണ്ട്. അവരെതിർക്കാറുണ്ട്. പക്ഷെ അവർ പറയുന്നത് നോക്കുന്നതിന് വിദ്യാർത്ഥി നേതാക്കൾ, സംസ്ഥാന നേതാവ് തന്നെ പറയുന്ന കാല് വെട്ടുന്നതിനെ പറ്റിയാണ്. എല്ലാവർക്കും അവനവൻ്റെ കാലിനെ പറ്റി താല്പര്യമുണ്ട്, അല്ലെ അവനവൻ്റെ മക്കളുടെ കാലിനെ പറ്റി. കുട്ടികൾ കോളേജിൽ പോയിട്ട് രാഷ്ട്രീയം പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ കാല് വെട്ടുന്നതാണ് പല പാർട്ടികളുടെയും പരിപാടി ഇവിടെ. അതൊരു സംസ്ഥാന നേതാവിരുന്ന ആൾ തന്നെ പറയുകയാണ്, രാഷ്ട്രീയത്തിൽ കാലുവെട്ടിൻ്റെ ആവശ്യം എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ 2 കോളേജ് ചെയർമാനാണ്, ഞാൻ ആരെയും കാല് വെട്ടിയിട്ടില്ല. എൻ്റെ കാല് പോകായിരുന്നു എൻ്റെ ഭാഗ്യം കൊണ്ടാണ്. ഇപ്പോൾ ഒരു അപകടം പറ്റി കാലിന് വിഷമമായിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിൻ്റെ ബുദ്ധിമുട്ടറിയാം. ഒരാൾക്ക് കാലിനൊരു ചെറിയ അപകടം പറ്റിയാൽ 1-2 പേര് സഹായത്തിന് വേണം, വടിയിടിച്ച് നടക്കണം. ആ സഹായത്തിലിരിക്കുമ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു. ഇവർ വളരെ നിസ്സാരമായിട്ടാണ് ആളുകളെ കാല് വെട്ടുന്നത്. 51 വെട്ട് വേറെ വെട്ട്. ഇപ്പം കാല് വെട്ടാനൊരു കൂട്ടർ, കാല് വെട്ടിക്കഴിഞ്ഞാൽ രക്തസാക്ഷിയെ കിട്ടാൻ വേറൊരു കൂട്ടർ. ഇതാണ് രാഷ്ട്രീയത്തെ ജനങ്ങൾ വെറുക്കുന്നത്. കേരളത്തിലെ 100% ജനങ്ങളും രാഷ്ട്രീയ പ്രബുദ്ധരാകേണ്ട സംസ്ഥാനമാണ്. രാഷ്ട്രീയ ഇടപെടൽ നടത്തേണ്ടവരാണ്. ചെറുപ്പക്കാർക്ക് ഇപ്പോൾ രാഷ്ട്രീയമില്ല, യുവാക്കൾക്ക് രാഷ്ട്രീയമില്ല. പ്രത്യേകിച്ച് CPM-നെതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ കൊന്നുകളയും, അല്ലെ അവർ ആക്രമിക്കും, അവർ ആക്ഷേപിക്കും. ഇത് ദയനീയമാണ്. ചെറുപ്പക്കാർ ഞാൻ പറയുകയാണ്, ഇത് ദയവ് ഇതിങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരാളുടെ കാല് വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാർട്ടി പ്രൊമോഷൻ കിട്ടിയ MLA സീറ്റ് കിട്ടിയെന്ന് വരും, അസംബ്ലി സീറ്റ് കിട്ടിയെന്ന് വരും. പക്ഷേ കാല് നഷ്ടപ്പെട്ടവൻ്റെ കാലം എന്നേക്കുമാണ് പോകുന്നത്. കുടുംബങ്ങളാണ് പോയി പോകുന്നത്. ഒരാൾ അസഭ്യം പറയാൻ പോലും അവകാശമില്ലാത്തൊരു നാട്ടിലാണ് കാല് വെട്ടുമെന്ന് ഒരാൾ പറയുന്നത്. ഇവരെങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ തുടരാൻ നിങ്ങൾ അനുവദിക്കുക എനിക്ക് മനസ്സിലാകുന്നില്ല. ഏത് പാർട്ടി ചെയ്താലും തെറ്റാണത്. പക്ഷേ CPM-ൻ്റെ നേതൃത്വം ഞാൻ പഠിച്ച കോളേജുകളിലൊക്കെ അനുഭവിച്ചാണ്. CPM-കാർ കോളേജിനകത്ത് വന്ന് കാല് വെട്ടിയിട്ട് പോകും. ഇത് മാറേണ്ട സമയം കഴിഞ്ഞു. ഇത് യുഗം വേറെയാണ്. വിദ്യാർത്ഥികൾ പഠിക്കുന്നതൊക്കെ വലിയ പുതിയ ശാസ്ത്രമാണ്. AI പറ്റിയാണ് ചർച്ചകൾ ക്യാമ്പസിൽ നടക്കേണ്ടത്. ആ സമയത്താണ് ഒരു സംഘം ഈ വിദ്യാർത്ഥികളെ വഴിതെറ്റിച്ച് കേസിലൊക്കെ പെടുത്തി യൂണിവേഴ്സിറ്റിയുടെ മേളിൽ കയറി VC-യുടെ മുറിയിൽ കയറി അക്രമം നടത്താനും കാല് വെട്ടാനും ഒക്കെ പഠിപ്പിക്കുന്നത്. ഇത് ദയനീയമാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഇത് കൃത്യമായി ചെറുക്കണം. എന്തുകൊണ്ടാണ് ചെറുക്കാത്തതെന്ന് എനിക്കറിയാം. ഇങ്ങനെ നടക്കുന്ന ഒരാൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു തലമുറ മാറുമ്പോഴത്തേക്ക് വലിയ മാന്യന്മാരായിട്ട് പാർട്ടിയിൽ സ്ഥാനം നേടി ജനങ്ങളുടെ ഇടയിൽ ഇവരുടെ പഴയ ചരിത്രമില്ല, അവിടെ അവർ MLA ആവും, മന്ത്രിയാവും. ദ്രോഹമാണിത്. കേരളത്തിലെ സാമ്യവിരുദ്ധന്മാർ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടുക തന്നെ വേണം. കാലുവെട്ടുമെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ലത്. കാലുവെട്ടുന്നത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനമാണ്. അതേത് പാർട്ടി പറഞ്ഞാലും, ഏത് യുവജന നേതാവ് പറഞ്ഞാലും, ഇത്തരം പറയുന്നവർക്ക് ഇവർക്കൊരു കേസിലെടുക്കാൻ എന്താണ് ഇവിടുത്തെ പോലീസിന് കഴിയാത്തത്?